ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ. നമ്മൾ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മീറ്റിങ്സിനെ കുറിച്ചാണ്. നമ്മുടെ പല റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മുടെ മീറ്റിംഗ് ഫോർമാറ്റ് നമ്മൾ വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞത് മീറ്റിംഗ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഐഡിയേഷന് വേണ്ടിയിട്ടുള്ളൊരു മീറ്റിംഗ് ഫോർമാറ്റാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റീവ്, സ്പെസിഫിക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫോക്കസ് ഗ്രൂപ്പ് മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്യണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 1-on-1 മീറ്റിങ്സിനെ കുറിച്ചാണ്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2 വ്യക്തികൾ തമ്മിൽ, അത് എംപ്ലോയറും എംപ്ലോയിയും ആവാം, ഒരു മെൻറ്ററും മെൻറ്റിയുമാകാം, അല്ലെങ്കിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ 2 വ്യക്തികൾ തമ്മിലാവാം. ഇവർ തമ്മിലുള്ള വളരെ പേഴ്സണലൈസ് ആയിട്ടുള്ള എന്നാൽ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു കോൺവെർസേഷനാണ് 1-on-1 എന്ന് വിളിക്കുന്നത്. എന്താണ് 1-on-1 മീറ്റിങ്ങിൻ്റെ പ്രസക്തി? ഒരു ഓർഗനൈസേഷനിൽ വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, റിലേഷൻഷിപ്പ്, ട്രാൻസ്പെറൻസി, ട്രസ്റ്റ്, അതുവഴി ഒരു പോസിറ്റീവ് വർക്ക് കൾച്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ 1-on-1 മീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഫോർമാറ്റ് വളരെയധികം സഹായിക്കും. ഉദാഹരണത്തിന് 2 വ്യക്തികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് വളരെ സില്ലി തെറ്റിദ്ധാരണ കൊണ്ടാവാം. ഇതിന് ഒരു ഓർഗനൈസേഷൻ്റെ ഇടപെടലില്ലാതെ 2 വ്യക്തികൾ തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊഫഷണലായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് 1-on-1 മീറ്റിംഗ്. പലപ്പോഴും ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് മാറ്റാനും ആളുകൾ തമ്മിലുള്ള ട്രസ്റ്റ് കൂട്ടാനും സഹായിക്കും. നമ്മളത് പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷേ ഇതിനൊരു പ്രൊഫഷണൽ വേ ഓഫ് കണ്ടക്റ്റിംഗ് ഉണ്ട്. എന്നാലാണ് അതിന് വിചാരിച്ച ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. എങ്ങനെയാണ് ഒരു നല്ല 1-on-1 മീറ്റിംഗ്സ് സംഘടിപ്പിക്കേണ്ടത്? ആദ്യമായിട്ട് ഇതിൻ്റെ സ്കെഡ്യൂള് 2 വ്യക്തികൾ തമ്മിൽ മുൻകൂട്ടി പറഞ്ഞ് ഉറപ്പിക്കണം, സമയവും വെന്യൂമെല്ലാം. പിന്നെ ഇത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലായിരിക്കണം ഇത് നടക്കേണ്ടത്. എന്തിനാണ് മീറ്റ് ചെയ്യുന്നുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് ആദ്യമേ ഡിഫൈൻ ചെയ്യണം. ഇത് പറയുന്ന ടോപ്പിക്സ് എല്ലാം പോയിൻറ്റ്സൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഏതൊക്കെ ഏരിയസിലാണ് കൺക്ലൂഷൻ വരുന്നത് അത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിനു മുമ്പായിട്ട് നമ്മൾ എന്താണ് കൺക്ലൂഡ് ചെയ്തതെന്ന് റീസ്റ്റേറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു 1-on-1 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിക്കോട്ടെ അതിൻ്റെ ഔട്ട്കം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, ന്യൂട്രൽ ആവാം, അത് താങ്ക് യു നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഓർക്കുക, നമ്മൾ ഈ പലപ്പോഴും പല ഓർഗനൈസേഷൻ്റെയും കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്റ്റുമായിരിക്കാം. ഇത് തന്നെ നല്ല പെർഫോമൻസ് ചെയ്യുന്ന ആളുകൾക്ക് 1-on-1 വഴി ഫീഡ്ബാക്ക് കൊടുക്കാം. അതിൻ്റെ എക്സ്ട്രീം കേസിലും പെർഫോമൻസ് മോശമായവർക്കും കൊടുക്കാം. ഓവറോൾ 1-on-1 എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഫോർമാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് എ പോസിറ്റീവ് വർക്ക് കൾച്ചർ ഇൻ യുവർ ഓർഗനൈസേഷൻ. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ, ആൻഡ് ദിസ് ഇസ് ദ എൻഡ് ഓഫ് അവർ വീഡിയോസ് ഓൺ മീറ്റിംഗ്സ് ആൻഡ് മീറ്റിംഗ് ഫോർമാറ്റ്. താങ്ക് യു.